ഹലോ, മലനാടൻ ഫാമിലീൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? ഇതാണ് ഇല്ലേരി. കാണാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചു തരുന്ന കേട്ടോ. ഇത് ഇല്ലേരിയാണ്. ഇതെനിക്ക് ചേട്ടൻ്റെ പെങ്ങളുടെ മോള് കൊണ്ടു തന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ ഭയങ്കര വിലയാണ്. പക്ഷേ എന്ത് വിലയാണെങ്കിലും നമ്മളിത് മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് ക്ലീനാക്കലായിരുന്നു പരിപാടി. അപ്പോൾ ക്ലീനാക്കാന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കൊന്തും കോലും കല്ലും പിന്നെ കുഞ്ഞു കുഞ്ഞു മുള്ളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്കത് അതിൻ്റെ ഒരു തോല് പൊളിയാത്തൊരു ഇതും കൂടി കിട്ടി. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ടെണ്ണം ഒരെണ്ണം കാണുന്നില്ല. അപ്പോൾ അത് തോല് മില്ലിൽ നമ്മൾ നെല്ല് കുത്തുന്ന പോലെ കുത്തിയതിന് ശേഷമാണ് ഈ ഏരി അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ രാവിലെ നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കണം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കണമെങ്കിൽ ദോശക്കൊക്കെ അരച്ച് തലേദിവസം വയ്ക്കാം. പുട്ടുണ്ടാക്കാനാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കഴുകി വാരിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. അങ്ങനെ തന്നെ നമുക്ക് കൂട്ടി ഇളക്കിയിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇത് വൃത്തിയാക്കി എടുത്താണ്. അപ്പോൾ നാളെ രാവിലെ എൻ്റെ ചായൻ്റെ കടി ഇതായിരിക്കും. അപ്പം ഞാൻ ഇത് വെള്ളത്തിലിടാൻ പോകും കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഇല്ലേരീൻ്റെ പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. രാവിലെ അത് മിക്സിയിലിട്ട് പൊടിച്ചു. പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ചു. പുട്ടുപൊടിയൊക്കെ ഇല്ലേ, ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും തെളിച്ച് പുട്ടുണ്ടാക്കി. പിന്നെ ഇതാ പഴമുണ്ട്. അപ്പോൾ പുട്ടുപഴം കഴിക്കാൻ പോവുക.